I am Sarasu Sakaraya. We came to Colorado in 1979, and I'm the spouse of Thomas Sakaraya here. Yeah, my name is Thomas Sakaraya, and I also came with her. So I didn't want to leave her alone, so so I brought her in. So I brought her in '79. എൻ്റെ പേര് റഷൻ കൽത്താരി. I came to do a fellowship at National Youth Hospital in '89. This is my wife Anita. So we've been here for the last almost 35 years. 35 years. 91 എത്തി 99 ആ സമയത്ത് ബാബുവിനും ഫാമിലിയും അതുപോലെ കുറേ സീനിയർ മെമ്പേഴ്സ് ഇപ്പോഴും ഉള്ളത് നമുക്കറിയാവുന്ന ഫാമിലിയാണ് ബാബുച്ചൻ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട് അതിന് മുമ്പ് നടന്ന കാര്യങ്ങൾ. So we can talk about, right? We can talk about what we did even when we were here. ആൾക്കാര് കൊളറാഡോ സ്പ്രിങ്സിൽ നിന്ന് വരും, ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്ന് വരും. ചില അവിടെ പല സ്റ്റേറ്റ്സിലും നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് they didn't have a Kerala association. അപ്പോൾ അതുകൊണ്ട് പാപ്പച്ചൻ can probably tell more about the history. How it was in the 1980s. Me and Sarasu actually arrived in Denver in 1979. ആ സമയത്ത് ഇവിടെ മലയാളി ഫാമിലീസ് അങ്ങനെ പറയത്തക്ക ഒരു സ്ട്രെങ്ത് ഇല്ലായിരുന്നു. ആദ്യത്തെ അസോസിയേഷൻ്റെ ആദ്യത്തെ ഒരു ഗെറ്റ് ടുഗദർ തുടങ്ങിയത് തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 1982 അത് തുടങ്ങിയത് ഒരു മെത്തഡിസ്റ്റ് ചർച്ചിൻ്റെ ഹോളിൽ വെച്ചായിരുന്നു. ആ ഹോളിന് റെൻറ്റ് കൊടുക്കാൻ ഉള്ള റിസോഴ്സസ് ഞങ്ങൾക്കില്ലായിരുന്നു. അതുകൊണ്ട് പാസ്റ്റർ ഞങ്ങൾക്കത് ഫ്രീ ആയിട്ട് തന്നു. സോ വി യൂട്ടിലൈസ് ദാറ്റ് ഹോൾ. വി ഗ്യാതേർഡ്, few families gathered there, and we enjoyed it. We had fun time that evening. ഒരു പോട്ട്ലക്ക് പാർട്ടി ആയിരുന്നു അത്. Probably we spent about an hour, 2 hours there. After that, Tony Paramanath, at that time he was the dean of the Loretta Heights College. He was the first president of the Kerala Samaj. കാരണം ആദ്യത്തെ he came up with the idea to form an association, and അന്നുണ്ടായിരുന്ന ഫാമിലീസ് എല്ലാം അത് എഗ്രി ചെയ്തു. And we decided to name that association as Kerala Samaj. പിന്നീട് കൂടുതൽ ഫാമിലീസ് നെയ്ബറിംഗ് സ്റ്റേറ്റ്സിൽ നിന്ന് കൊളറാഡോയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു, എസ്പെഷ്യലി ഡെൻവർ. അപ്പോൾ ഞങ്ങളുടെ മെമ്പർഷിപ്പ്, they became members of the Kerala Samaj. They started contributing membership. അങ്ങനെ പിന്നീട് പല പരിപാടികൾ നടത്തുന്നതിനുള്ള എക്സ്പെൻസ് ഞങ്ങൾക്ക് കിട്ടി. And in the meantime, Tony got this Kerala Samaj registered. അത് കഴിഞ്ഞ് everything worked very well. A lot of people participated, and we celebrated Christmas, Onam, including cultural activities, children's activities, and also certain times drama. ഓർക്കുന്നത് അന്ന് പ്രസിഡന്റും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, അസോസിയേഷന് സെക്രട്ടറി ഒന്നും ഇല്ലായിരുന്നു. ടോണി ഹു വാസ് നെയിംസേക്ക് പ്രസിഡന്റ്. പക്ഷേ ടോണി വിളിച്ച് പറയും എല്ലാവരും കൂടെ നിശ്ചയിക്കും ഇന്ന സമയത്ത് ഇന്ന ദിവസമാണ് ഓണത്തിൻ്റെ സെലിബ്രേഷൻ, അല്ലെങ്കിൽ ഇന്ന ദിവസമാണ് ക്രിസ്മസ്. അപ്പം ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയും ഇന്ന സ്ഥലത്താണെന്നും നിശ്ചയിക്കും. 2-3 സ്ഥലം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അന്ന് ഒരു ടോണിയുടെ ലോററ്റ ഹൈറ്റ്സ് സ്കൂൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കിട്ടിയത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ ഒരു ഹാള് ഫോർ സം റീസൺ സംബടി വത്സാർ തമ്പി എന്ന് പറഞ്ഞ ഒരു ഫാമിലി ഉണ്ട് ഇവിടെ, ഇപ്പോഴും അവരിവിടെ ഉണ്ട്.
അപ്പോൾ വത്സയുടെ അവർ അറേഞ്ച് ചെയ്ത് അവിടെ പല പ്രാവശ്യം ഞങ്ങൾ മീറ്റ് ചെയ്യും. പിന്നെ എപ്പോഴും പോട്ടലൊക്കെയായിരുന്നു ഫുഡ്. ഞങ്ങൾ വന്ന ശേഷം ഗുഡ്സൺ സെന്ററുള്ള സമയത്ത് ആണ് നമ്മൾ അറേഞ്ച് ദാറ്റ്. ആണ് It started from potluck. ചില നമുക്ക് അത്രേ ഉള്ളൂ resources. And you may want to tell the story about you were telling about the $3. Oh yeah. In the meantime, you see, Tony was very instrumental. So, you know, he guided us. Yeah. Okay, so, and then we wanted a treasurer, okay, to handle the money part of it. അപ്പോൾ ആദ്യത്തെ ട്രഷററായിട്ട് സരസു appointed unanimously. Oh no, not exactly that way, because the first treasurer I thought was Libby Zachariah, Oh, really? and then I was the second one. So she handed over $2 or $3 to me and said, "Okay, this is The balance." this is the balance that you will have to account for going forward." $3? $3 and $3. That's what I remember at this time. with that $3 you take care of the rest of the year. But then we used to collect a little bit, like $2 from every family, because sometimes we had incidental expenses. So we did that, and it was a very happy time, because almost all the I would say 95% of the families here participated because they all wanted to see each other. Yeah. ഞങ്ങൾ വന്ന ശേഷം 90s about 4-5 years stretch was little rough. ആ സമയത്ത് പിച്ചിൻ ചെയ്ത കുറേ ആൾക്കാരെ ഞാൻ പേര് പറഞ്ഞത് തോമസ് സക്രിയ, വർഗീസ് ജോൺ, ജെയിംസ്, then തോമസ് മുക്കം, ഇവരെല്ലാം അതിനകത്ത് ഒരുപാട് ആക്റ്റീവായിട്ട് അങ്ങനെയാണ്. They would take turns becoming, because we didn't have that many people who wanted to take the leadership. ഏകദേശം എത്ര ഫാമിലീസ് ഉണ്ടായിരുന്നു ആ സമയത്ത്? നിങ്ങള് ആ സമയത്ത് 120 ഫാമിലി ഞങ്ങൾ വന്ന സമയത്ത്. But it was, everybody don't participate at the same time too. പക്ഷേ ആ സമയത്ത് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ ശേഷം then a lot of news, വന്നപ്പോഴാണ് ഒരു വലിയൊരു a lot of youngsters came in. Yeah. They took it from there. ആ സമയത്താണ് അഞ്ജു, ഗോപ, all of those active Even like Anju was actually our first cultural activities dance and all teacher. picked up a lot after that. Okay. Yeah. So And in 1985, I remember early part of 1985, Rajsmithan and Sushila, the initiative, because Rajsmithan and Sushila, Dr. Yesudasane പരിചയമുണ്ടായിരുന്നു, അറിയാമായിരുന്നു. So through him, we got Yesudas and group here, and we had a concert in one evening. And on another occasion, we got Shanti Krishna Hagla. Adur Gopalakrishnan. Yeah, I remember that. But Sushila, 2 ദിവസം മുമ്പേ പറഞ്ഞു, സുശീല ഓർക്കുന്നു, ഒരു കഥാപ്രസംഗം പരിപാടി ഉണ്ടായിരുന്നു ബൈ കൈമപ്പറമ്പിൽ. എന്നോട് റിമെമ്പർ ദാറ്റ്, സുശീല എന്നോട് പറഞ്ഞു, പക്ഷേ ഐ ഡോണ്ട് റിമെമ്പർ ദാറ്റ് either. Okay, but anyway, gradually it grew, association grew, and we had several functions. ഓണത്തിന് തന്നെയാണെങ്കിലും വളരെയധികം പരിപാടികൾ, പ്രത്യേകിച്ച് ചിൽഡ്രൻസ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ടായി. പിന്നെ ഓണത്തിൻ്റെ അസോസിയേറ്റ് ചെയ്ത ചില പരിപാടികളുണ്ടല്ലോ, കബഡി, തിരുവാതിര, കബഡി, പൂക്കളം, പുലിക്കളി എല്ലാവരും. പക്ഷേ അന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ വളരെ ടേസ്റ്റി ആയിരുന്നു. ഫുഡ് എല്ലാം ഹോം പ്രിപ്പയർഡ് ഫുഡായിരുന്നു. പ്രത്യേകിച്ച് 2-3 പേര് കേക്ക് കൊണ്ടുവന്നു. Christmas cake. പ്ലം കേക്കോ എന്തോ അത് കൊണ്ടുവന്നത് Jane and Thomas, Jane, Auntie
brought it. You know, Another some Omana. Omana. And there were some people. Annie. Annie. Let me tell you, the truth is like we don't have ഒത്തിരി ആൾക്കാരില്ല ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് തുടങ്ങും. അങ്ങനെയെങ്കിലും നമുക്ക് നല്ല ഫണ്ട്സും നല്ല ഇതൊക്കെ കിട്ടും. അങ്ങനെയായിരുന്നു. എല്ലാവരും പിച്ചും ചെയ്തിട്ട് നമ്മളെല്ലാവരും, you know, that's how it's kind of a big family. It's a group Yeah. activity. Yeah. Even now it's a group activity, Now but it is the more- family had become bigger. Right. The talent pool has become bigger, which is our cultural programs and the standard has gone to a very different. Oh, this is so So, different. yeah, so Back it's in the day, അതൊരു വലിയൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഗ്രോത്ത് ആണ് കാരണം നമ്മുടെ പിള്ളേർക്കാണെങ്കിലും അതൊക്കെ നാട്ടിലെ കാണുന്നത് ഇവിടെ കാണാനായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ പിക്നിക്ക്, ഈ പിക്നിക്ക് ഞാൻ വന്നില്ല, നമ്മൾ തട്ടുകട എടുത്തു. സോ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ടു സീ ഹൗ Yes. തിങ്സ് ആർ ഗ്രോയിങ്. നിങ്ങൾക്ക് ഇപ്പൊ പണ്ട് തൊട്ടുള്ള ഇപ്പൊ കമ്മിറ്റി, നിങ്ങൾക്ക് ഒഫീഷ്യലി ഒരു കമ്മിറ്റി ആയിട്ട് ഉണ്ടായിരുന്നില്ലല്ലോ. ജസ്റ്റ് ഒരു പേരിന് വേണ്ടി ഒരു പ്രസിഡന്റ്. അല്ല, ഇത് തുടങ്ങിയ സമയത്തില്ലായിരുന്നു. ഞാനൊക്കെ സമയം 90s തൊട്ട് കമ്മിറ്റി ഉണ്ട്. അപ്പൊ അപ്പോഴത്തെ ഒരു കമ്മിറ്റി ഇപ്പോഴത്തെ ഒരു കമ്മിറ്റി തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക്? അഫ്കോഴ്സ് ആൾക്കാർ കൂടുന്തോറും നമുക്ക് ആൾക്കാർ പാർട്ടിസിപ്പൻസ് ഉണ്ട്. പണ്ട് ഞാൻ പറഞ്ഞില്ലേ 5 ആയിരുന്നു നമ്മുടെ മിക്കവാറും കൾച്ചറൽ സെക്രട്ടറി. അപ്പൊ ആ കൾച്ചറൽ ആയിട്ടുള്ള ടാലൻസ് ഗ്രോ ചെയ്തു. നമുക്കിപ്പോ തന്നെ കൾച്ചറൽ സെക്രട്ടറി എന്ന് പറയുന്നത് 3-4 ആൾക്കാരാണ്. ചില ടാലന്റ് പൂൾ ഇസ് ബ്യൂട്ടിഫുൾ ടു സീ. പിന്നെ ദീപകിന്റെ അടുത്ത് നമുക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരനാണ് നമ്മുടെ ഇന്ത്യൻ ഡാൻസ് ഫെസ്റ്റിവൽ മലയാളി അസോസിയേഷൻ ഏറ്റെടുത്തത്. That has been one of our great success കേരള അസോസിയേഷൻ ചെയ്തേക്കുന്നത്. നമ്മുടെ പേര് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ അസോസിയേഷൻ ഗ്രൂപ്പ് മൊത്തം ആൾക്കാരെ കമ്പീറ്റിംഗ് ടു കം ആൻഡ് പാർട്ടിസിപ്പേറ്റ്. അതിൽ എപ്പോഴും കേൾക്കുന്നത് ആ സ്റ്റാൻഡേർഡ് സോ ഹൈ. അങ്ങനെയാണ് സാധാരണ നമ്മളൊക്കെ ആദ്യം വന്ന സമയത്ത് മലയാളിയായിട്ട് നമ്മളൊരു ഇന്ത്യൻ അസോസിയേഷന് പോയി കഴിഞ്ഞാൽ നത്തിങ്, വി ഡോണ്ട് നോ വെരി മെനി സൗത്ത് ഇന്ത്യൻസ്. അതേസമയം ഈ ഇന്ത്യൻ അസോസിയേഷൻ ഡാൻസ് ഫെസ്റ്റിവൽ ഗേവ് us കേരള അസോസിയേഷൻ. ദീപക് എന്ന് പറഞ്ഞ ആളാണ് അതിന്റെ ഒരു ഐഡിയ ഉണ്ട്. ആ ദീപക് സമയത്തൊക്കെ നിങ്ങൾ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നു. ഇന്ത്യൻ അസോസിയേഷൻ കേരള അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നു പല പ്രാവശ്യം. പിന്നെ he also became the Indian Association president and then he moved to Dallas. Yeah. So പിന്നെ മോഹനുണ്ട്, പല ആൾക്കാരും നമ്മൾ so the thing is like people നമ്മുടെ അസ്പയർ അസോസിയേഷൻ നോക്കുകയാണെങ്കിൽ ആൾക്കാര് became a president so that the association doesn't die. അങ്ങനെ ഒരു സ്റ്റേജ് ആയിരുന്നു നമ്മുടെ പറയുന്ന സമയത്ത്. We did it so that our kids have something to look forward to എന്നുള്ളതാണ്. ഇപ്പം എന്ന് പറഞ്ഞാല് we have so many talents and that really makes me happy. Mostly younger generation. Yeah. The difference I see now is like when we came, it was people, middle-aged people, and so most of them are elderly You know what, to folks get a now. clear picture, But from a Ganamela, we went to Chandamela now. That's a good That's a one. big Yeah. That's it. Yeah. I think Gopakumar Yeah. Gopakumar is നമുക്ക് മലയാളി ഒരു ഗുരു തന്നെ ഉണ്ടല്ലോ. Yeah, in the early stage, the association was struggling for survival. Okay, actually. It's mostly a family Mostly get a together. family get together. It was just a Exactly. get together. Finding a reason to get together. for Exactly, big functions. exactly. Yeah. And ഇപ്പൊ നമുക്ക് ഓരോ മാസവും ഓരോ പരിപാടിയാണ്. നമുക്ക് എവിടെ കൊണ്ട് ഇടണമെന്ന് അതെ. yeah. Very different. അതെ, നമുക്ക് സ്പോർട്സ് ഉണ്ട്. നിങ്ങളുള്ള സമയത്ത് സ്പോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. Yeah, sports ഉണ്ട്. ഇവിടെ നമുക്ക് വടംവലി ഉണ്ട്. sports meeting വടംവലി. നിങ്ങളൊക്കെ ആണെങ്കിൽ വോളിബോൾ, ബാസ്കറ്റ്ബോൾ അതൊന്നും ഇല്ല. We used to have അതൊക്കെ ഇപ്പൊ ലാസ്റ്റ് മേബി 5-6 years maybe. കസേരകളി, നമ്മളിങ്ങനെ അവിടെ വെച്ച് ഓണത്തിന്റെ ഇടയിൽ നമ്മള് മ്യൂസിക്കൽ ചെയർ കളിക്കും. അതൊക്കെ ഉണ്ട്. അതൊക്കെ ഏകദേശം ഒരു 100-120 ഫാമിലീസ് നിങ്ങൾ മൊത്തം ഉണ്ടായിരുന്നു. Approximately. Participants are probably around 50. പക്ഷെ നമ്മള് ഇങ്ങനെ വിളിക്കണം, എല്ലാം ഫോൺ കോൾ ആയിരുന്നു. അപ്പൊ നമുക്ക് വെബ്സൈറ്റ് ആയി. സോ അതുവഴി ആൾക്കാർ അറിയുന്നു. പണ്ട് അങ്ങനെയല്ല, നമ്മൾ വി ഹാവ് ടു ഇൻവൈറ്റ് പീപ്പിൾ. ഒരാളെ വിളിച്ചില്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആയി. സോ ഇറ്റ്സ് ഈസി ടു ഡു ദോസ് തിങ്സ്. മറ്റേ കമ്മ്യൂണിക്കേഷൻ വാസ് ഹാർഡ്. യു നീഡ് ടു ആരെങ്കിലും വന്നു കഴിഞ്ഞാല് ആ ഗ്രൂപ്പിനെ റീച്ച് ചെയ്യാന്ന് പറയുന്നത് വി പ്രാക്ടിക്കലി കോൾ ലൈക് സരസ്വ സർ.
സാമ്പാർ കൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ So എഴുതി it's- വെച്ചിട്ടുണ്ട്. Yeah. ഒരു ലിസ്റ്റ് ഉണ്ട് എനിക്ക്. എവിടുത്തെ ഐ തിങ്ക് ഇറ്റ് ഈസ് ഫ്രം ദ 90s. ഇറ്റ്സ് about 10-12 pages. എക്സ്ക്യൂസ് മീ. അവിയൽ 4 പേര്, തോരൻ 4 പേര്, വത്സ തോരൻ, അങ്ങനെയൊക്കെ അതെ, എഴുതി. തോരൻ. ഭയങ്കര രീതിയിൽ Yeah, അല്ല, അങ്ങനെ ആണെങ്കിലേ നമുക്ക് ഓണസദ്യക്ക് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇന്ന വേണം എന്നുള്ളത്. പരിപ്പ് കറി ഇന്നാല് അങ്ങനെ അങ്ങനെ. പിന്നെ ഒരു കാര്യമുള്ളത് അന്നൊക്കെ 1980s എന്ന് പറഞ്ഞാൽ ഈ ആക്ടിവിറ്റീസിൻ്റെയും കൾച്ചറൽ ആക്ടിവിറ്റീസിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ക്യാമറയിൽ എടുക്കാൻ ഒന്നും അന്നൊന്നും ക്യാമറ ഇല്ല. Video camera. വീഡിയോ ക്യാമറ അന്ന് ഉള്ളതെന്ന് വെച്ചാൽ ഒരു പോളറോയിഡ് ഇതുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഉടനെ തന്നെ അവിടെ നിന്ന് ഫോട്ടോ അത് ഡ്രോപ്പ് ചെയ്യും, ആ ഫിലിം ഡ്രോപ്പ് ചെയ്യും. ഇപ്പോൾ പ്രോസസ്സിങ്ങിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഉടനെ തന്നെ നമുക്ക് കാണാമെന്നാണ്. അത് ഉള്ളവർ തന്നെ ചുരുക്കമായിരുന്നു. പക്ഷെ പലരും ഇവിടുന്ന് അങ്ങ് പോയല്ലേ, പഴയ ആൾക്കാർ കുറച്ച് പേര് ഡാലസിലോട്ടും ഒക്കെ പോയപ്പം. സോ അവരൊക്കെ പണ്ടേ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. നിങ്ങൾ വന്നപ്പോ തൊട്ടിട്ടുള്ള ആ ഒരു നിങ്ങളെ ക്ലോസ് ഒരു ഗ്യാങ് ഉണ്ടായിരിക്കും. അവരിപ്പോഴും ഒരുവിധം എല്ലാവരും കൂടെ കൊളറാഡോയിൽ തന്നെ ഉണ്ടോ അതോ? ഇല്ല, പലരും പോയി. ഫാമിലി 5 ഫാമിലി അന്ന് തൊട്ടേ ഉള്ളവരുണ്ട്. ഫാമിലി ഉണ്ട്, പിന്നെ ഗോപി സെക്രട്ടറി ഫാമിലി ഉണ്ട്, പിന്നെ ലതാ ഗോപി, ലതാ ഗോപി, വത്സ തമ്പി, പിന്നെ ധർമ്മജയ രവി, പിന്നെ സൂസൻ ലോണി. പക്ഷെ ബാക്കി എല്ലാവരും ബാക്കി എല്ലാവരും പുറത്തോട്ട് പോകും. അവര് ഡാലസൊന്നും അല്ലേ, പല സ്റ്റേറ്റ്സുകളിൽ അവരുടെ മക്കളെ ഇവിടെ സെറ്റിൽ ചെയ്തു അവിടോട്ടങ്ങ് പോകും. അപ്പം പിന്നെ അതുകൊണ്ട് തോമസ് ഡാനിയൽ is still here. Oh, Thomas Daniel is and Jane, they were very involved from the beginning. തോമസ് മുക്കം is also Thomas Yeah. Muckham too. So അങ്ങനെ James Lowry, yeah. those are all here. But then അവരൊക്കെ നമ്മൾ വന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ ഇവരുടെ കൂടെ വന്ന് കൂടുതലാക്കി പറഞ്ഞ് ഓഫീസിൽ ഇനിയിപ്പോ അറിയാലോ നമ്മുടെ ഈ കേരള അസോസിയേഷൻ ഓണാണ് ഇനിയിപ്പോ സെപ്റ്റംബർ 7-ാം തീയതി നമ്മുടെ വിസ്റ്റ പാർക്ക് എലിമെന്ററി ഹൈസ്കൂളിൽ നടക്കാൻ പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പോഴത്തെ കമ്മിറ്റിയിലുള്ളവരോടും അതേപോലെ ഇവിടെ കൊളറാഡോയുള്ള മലയാളികളോടും നിങ്ങൾക്ക് എന്താണ് ഒരു പറയാനുള്ളത്? wishing a very happy Onam to everybody, every Malayali here. പക്ഷെ the growth we have seen is beautiful. That's positive. ഞാൻ പറഞ്ഞ പോലെ അടുത്ത ജനറേഷൻ പിള്ളേർക്ക് ഒരു കൾച്ചറൽ ഇതിൻ്റെയൊക്കെ അത് നല്ലൊരു സാമ്പിളിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പിള്ളേർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കൊച്ചു പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഒരു കുറേ കൂടി ഈ ഗൈസ് ഓൾ വർക്ക് ടുഗദർ. എന്തൊക്കെയാണെങ്കിൽ you make time to do those things. Yeah. Cultural things become important. Avenues ഉണ്ട്, മലയാളം പഠിപ്പിക്കുന്ന സമയമുണ്ട്, അങ്ങനെ പല avenues നമുക്കുണ്ട്. But it's all because of the volunteering you guys are doing. And technology has improved. And Absolutely. so the coordination is like much we were better. talking, WhatsApp-ல പറഞ്ഞാൽ മതി. Yeah, coordination Everybody is knows so and who is interested can come in. Yeah. Also, I want to express my deep appreciation for Prem Menon, who is the current president, for his Last 2 years. dynamic and legendary leadership, and also the volunteers, dedicated, loyal volunteers. See, okay, they're doing an excellent job, in these functions. Like now, you see you. Okay. You're taking the time to come here and do that. It's amazing. That is really amazing, and quite. So I express my profound thanks. Okay. ഓണത്തിന് ഉണ്ടാവില്ലേ അപ്പോ? See you there. So thank you very much. Appreciate.